ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഓർമ്മിച്ച് നന്നായി വിട്ടുപോയി. ഈ ചോദ്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ 20th ക്വസ്റ്റ്യൻ ആണ്. അത് എഫ് ഓഫ് എക്സ് മൈനസ് വൈ വൈ മൈനസ് ഇസെഡ് ഇസെഡ് മൈനസ് എക്സ്. ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഈ ഫംഗ്ഷനെ ഡബ്ല്യു എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എക്സ് മൈനസ് വൈനെ ആർ എന്ന് വിളിക്കുക, വൈ മൈനസ് ഇസെഡിനെ എസ് എന്ന് വിളിക്കുക, സെഡ് മൈനസ് എക്സിനെ നമ്മൾ ടി എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഓരോ എക്സ്പ്രഷൻസുകളെയും നമ്മൾ ഓരോ വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഇന്റർമീഡിയറ്റ് വേരിയബിൾ ആയിട്ട് ആർ എസ് ടി എടുത്തിട്ടുണ്ട്. സോ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഇതാണ് ചെയിൻ റൂൾ വരിക. അപ്പൊ അത് ഡോ ആർ ബൈ ഡോ എക്സ് 1 ആയിരിക്കും. ഇവിടെ വൈ മൈനസ് ഇസെറ്റിൽ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഡോ എസ് ബൈ ഡോ എക്സ് 0 ആയിരിക്കും. ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ അവിടെ -1 കിട്ടും. സോ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി കിട്ടും. ഓക്കെ, ഇതേപോലെ നമ്മൾ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കാണുക, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് കാണുക, മൂന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. വ്യത്യാസം ഇവിടെ നമുക്ക് ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് തന്നിട്ടില്ല, പകരം എക്സ്പ്രഷൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ ഓരോ എക്സ്പ്രഷൻസുകളെയും നമ്മൾ ഓരോ വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്തിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം ആ പ്രോബ്ലം ചെയ്യാൻ. ഇത് ക്വസ്റ്റ്യൻ ബാങ്കിലെ 20th ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾക്ക് വർക്ക് ബുക്കിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 21th ക്വസ്റ്റ്യൻ ആണ്. 21th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വിട്ടുതരാണ്. ജസ്റ്റ് അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡബ്ല്യു ഈക്വൽ ടു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാണുമ്പോൾ ഒരു ഭീകര രൂപം തോന്നുന്നു. എലൻ ലോഗ് ആണ്. എലൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലോഗ് ടു ദ ബേസ് ഇ, നാച്ചുറൽ ലോഗരിതം ഓഫ് ഇ റൈസ് ടു ആർ പ്ലസ് ഇ റൈസ് ടു എസ് പ്ലസ് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു യു. ഓക്കെ, ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു ഓഫ് ആർ എസ് ടി യു. ഡബ്ല്യു ഓഫ് ആർ എസ് ടി യു. ഇങ്ങനെ ഡബ്ല്യു ഓഫ് ആർ എസ് ടി യു കണ്ടുപിടിക്കാം. ഡബ്ല്യു ഓഫ് ആർ ആദ്യം കാണുക, ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുക, അതിനെ പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുക, പിന്നെ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുക. ഇതാണ് ഈ ഡബ്ല്യു ആർ എസ് ടി യു എന്ന് പറഞ്ഞ അർത്ഥം. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ ആറിനെ പുറത്ത് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ചെയ്യുക, ഇതിനെ ഡോ ബൈ ഡോ ടി ചെയ്യുക, ഏറ്റവും അവസാനം ഡോ ബൈ ഡോ യു ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഡബ്ല്യു ആറ് നമുക്ക് ആദ്യം കാണാം. ഡബ്ല്യു ആറ് കാണാൻ ലോഗ് ഓഫ് ഇ റൈസ് ടു ആർ പ്ലസ് ഇ റൈസ് ടു എസ് പ്ലസ്, അപ്പൊ ലോഗ് ഓഫ് ഒരു ഫംഗ്ഷൻ ആണ്. ലോഗ് ഓഫ് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ 1 ബൈ ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്, അതായത് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ആർ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു ആർ പ്ലസ് ഇ റൈസ് ടു എസ് പ്ലസ് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു യു. ഇപ്പൊ ഡോ ബൈ ഡോ ആർ ഓഫ് ഇ റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ആർ തന്നെയാണ്. ഇവിടെ ആർ ഇല്ല, അതുകൊണ്ട് ഇതിന് 0 ആവും, ഇതിന്റെയും 0 ആവും, ഇതിന്റെയും 0 ആവും. അപ്പൊ നമുക്ക് ഇ റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ആർ പ്ലസ് ഇ റൈസ് ടു എസ് പ്ലസ് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു യു. ഓക്കെ, സോ നമ്മൾ ഈ കിട്ടിയതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യണം. ഈ കിട്ടിയതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യണം. സോ ഡബ്ല്യു ആർ എസ് കിട്ടും. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ആർ പ്ലസ് ഇ റൈസ് ടു എസ് പ്ലസ് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു യു. അപ്പൊ ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ചെയ്യുന്നത്. സോ ഇ റൈസ് ടു ആർ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഇൻറ്റു 1 ബൈ ഇ റൈസ് ടു ആർ പ്ലസ് ഇ റൈസ് ടു എസ് പ്ലസ് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു യു. സോ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
മൈനസ് 1/x². ഞാൻ എഴുതി തന്നിട്ടുണ്ട്, നോട്ട്ബുക്ക് നോക്കിയാൽ മതി. 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x². ഓക്കെ, സോ e⁻r പുറത്ത് വെക്കുക. അപ്പൊ ഇതിനെ ചെയ്യുന്ന സമയം ഇപ്പോൾ 1/xന്റെ സ്ഥാനത്ത് ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ്. സോ മൈനസ് 1 ദാറ്റ് ഫംഗ്ഷൻ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ മുകളിൽ എഴുതാം. ചെയിൻ റൂൾ തന്നെയാണ് ഇവിടെ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഓക്കെ, so e⁻r into minus 1/e⁻r plus e⁻s plus e⁻t plus e⁻u square into dou by dou s of e⁻r plus e⁻s plus e⁻t plus e⁻u. So minus e⁻r. ഇതിനെ e⁻r with respect to s ചെയ്യുമ്പോൾ 0 കിട്ടും. e⁻t യും 0 ആയി പോകും. e⁻u 0 കിട്ടും. ബാക്കി e⁻s ആണ് ഉണ്ടാവുക. So e⁻r into e⁻s divided by e⁻r plus e⁻s plus e⁻t plus e⁻u whole square. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് WRST കാണണം. WRST. So dou by dou t of minus e⁻r into e⁻s divided by e⁻r plus e⁻s plus e⁻t plus e⁻u square. ഓക്കെ, സോ ഇവിടെയും ഇതേപോലെ ഗോഷ്യൻ റൂൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ആ e⁻r e⁻s കോമൺ ആയിട്ട് എടുക്കാം. കാരണം വിത്ത് റെസ്പെക്ട് ടു t ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ്. So minus e⁻r into e⁻s പുറത്തേക്ക് എടുത്തു. So dou by dou t of 1/e⁻r plus e⁻s plus e⁻t plus e⁻u square. ഓക്കെ, അപ്പോൾ d by dx of 1/x² ഫോം ആണ്. 1 താഴെ ഒരു ഫംഗ്ഷൻ ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? d by dx of x raised to -2. So minus 2/x³. Minus 2/x³. So that is minus e⁻r into e⁻s into minus 2/e⁻r plus e⁻s plus e⁻t plus e⁻u the whole cube into dou by dou t of e⁻r plus e⁻s plus e⁻t plus e⁻u. Okay. So ഇത് e⁻t ആണ്. കാരണം e⁻r with respect to t ചെയ്യുമ്പോൾ 0 ആയി പോകും. e⁻s 0 ആയി പോകും. e⁻u 0 ആയിട്ട് പോകും. നമ്മൾ നെക്സ്റ്റ് so that is minus e⁻r into e⁻s. Okay, minus 2 into ഇതിന്റെ ഡെറിവേറ്റീവ് e⁻t ആണ്. So e⁻t divided by e⁻r plus e⁻s plus e⁻t plus e⁻u the whole cube. ഇനി അടുത്തത് WRSTU ആണ്. അപ്പൊ dou by dou u of ഈ സാധനം ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, 3 എണ്ണം ഞാൻ ചെയ്തിരുന്നു. അവസാനത്തെ അതും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതാം. അതായത് ഈ -2 into -2 പ്ലസ് ആവും. അപ്പൊ 2 into e⁻r plus s plus t എന്ന് എഴുതാം. into 1/e⁻r plus e⁻s plus e⁻t plus e⁻u the whole cube. ഓക്കെ, കാരണം ഈ e⁻r into e⁻s എന്ന് പറഞ്ഞാൽ e⁻r plus s ആണ്. അതുപോലെ e⁻r into e⁻s into e⁻t എന്ന് പറഞ്ഞാൽ e⁻r plus s plus t ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇത് എഴുതാം. ഈ ഒരു ടേം മൊത്തം നമുക്ക് ഒറ്റ ടേം ആക്കി ചുരുക്കാം. ഈ e⁻r e⁻s ടീനെ നമുക്ക് ഒന്നിച്ച് e⁻r plus s plus t ഒന്നിച്ച് ഒറ്റ ടേം ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മെത്തേഡ് ക്ലിയർ അല്ല?
ക്ലിയർ? അതിൽ ഓക്കെ ആണോ? അതിലിവിടെ ഉണ്ടോ? ഞാൻ എന്താ മനസ്സിലാവുണ്ടോ ക്ലാസ്? നീ നോട്ട് ബുക്ക് എഴുതുന്നൊന്ന് കാണിച്ചതേ. ഏത് എഴുതണേ? നീ ഇപ്പൊ പറയണതൊന്നും എഴുതിയെടുക്കണില്ലേ? ഇല്ല, ഞാൻ എഴുതിയെടുക്കണില്ല. അപ്പൊ എപ്പോഴാ എഴുതിയെടുക്കാറ്? ഇത് കഴിഞ്ഞിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ടേ. സാറ് പറഞ്ഞില്ലേ റെക്കോർഡർ ക്ലാസ് നോക്കിയാണ്ട് എഴുതിയാൽ മതി. അപ്പൊ ഇന്നലത്തേക്ക് എഴുതിയോ? ഒക്കെ ഫുള്ളാ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരൂ വെറുതെ. ഏതാണ്? ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ടേ. ഓക്കെ ഓക്കെ. ഒന്ന് നിന്നെ വിശ്വാസം ഇല്ലാണ്ടല്ല കേട്ടോ, നീ എഴുതേണ്ടത് അറിയാൻ വേണ്ടിട്ടാണ്. നീ കറക്റ്റ് ആണോ എഴുതണെന്ന് അറിയാനാണ്. ബാക്ക് ക്യാമറ എങ്ങനെ ആക്കാൻ? ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വർക്ക് ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ. കഴിഞ്ഞ ദിവസത്തേക്ക് ഈ ചെയ്യണ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ട്, ചെറിയ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ എന്തിൽ എഴുതണം? നോട്ട്ബുക്കിലും എഴുതണം. മറിച്ച് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോ വർക്ക് ബുക്കിലും എഴുതണം. ഓക്കെ ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 22. പറയുന്നത് ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. ഓക്കെ. അത് സാധാരണ നമുക്ക് ഇങ്ങനെയാണ് ഫംഗ്ഷൻ തരിക. ഇസെറ്റ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നോ, അല്ലെങ്കിൽ ഇസെറ്റ് ഇസ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് വൈ എന്നൊക്കെ തരും. അപ്പൊ ഇങ്ങനെ തരുന്ന ഫോമിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫോം എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് ഫോം. എക്സ്പ്ലിസിറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇസെറ്റ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തരും. ഓക്കെ. എപ്പോഴും എക്സ്പ്ലിസിറ്റ് ഫോമിൽ തന്നെ തരുന്നത് നിർബന്ധമില്ല. ഓക്കെ. കാരണം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ടായിരിക്കും തരിക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 22 ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് 3y സെറ്റ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സെറ്റ് മൈനസ് 2 ഈക്വൽ ടു 0. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതൊരു ഈ ഫോമിലല്ല തന്നിട്ടുള്ളത്. ഈ ഫോമും വ്യത്യാസമുണ്ട്. ഓക്കെ. ഈ ഫോമിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. എങ്ങനെ? ഇസെറ്റ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ ആയിരിക്കഴിഞ്ഞാൽ അത് എന്ത് ഫോമായി? ഇംപ്ലിസിറ്റ് ഫോമായി. ഓക്കെ. മറിച്ച് ഇസെറ്റ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് ഏത് ഫോമായി? എക്സ്പ്ലിസിറ്റ് ഫോമായി. ഓക്കെ. അപ്പോ തന്നിരിക്കുന്നത് ഏത് ഫോമിലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേറ്റീവ് ആണ്. ഓക്കെ. അപ്പോ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും നമ്മൾ ഇപ്പൊ കാണുന്ന രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇംപ്ലിസിറ്റ് ഫോമിലാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ 22 ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എക്സ്പ്ലിസിറ്റ് ഫോം ആൻഡ് ഇംപ്ലിസിറ്റ് ഫോം. എക്സ്പ്ലിസിറ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസെറ്റ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആയിട്ട് തരും. ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇസെറ്റ് ഈക്വൽ ടു തന്നിട്ടുണ്ടാവില്ല, ഒരു ഇക്വേഷൻ ആയിട്ടായിരിക്കും ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അതായത് ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നോ അല്ലെങ്കിൽ ഈക്വൽ ടു 2 എന്നോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയും. ശരിയായോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ഇംപ്ലിസിറ്റ് ഫോം, ഒന്ന് എക്സ്പ്ലിസിറ്റ് ഫോം. ഇസെറ്റ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് ഫോം. ഇനി ഇസെറ്റ് ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം ഒരു ഇക്വേഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ഫോം ആണ്. ഓക്കെ. അല്ല, ഇംപ്ലിസിറ്റ് ഫോം ആണ്. ഇക്വേഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് ഫോം. ഇക്വേഷൻ അല്ലാതെ ഇസെറ്റ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലിസിറ്റ് ഫോം. ഓക്കെ. അപ്പൊ എക്സ്പ്ലിസിറ്റ് ഫോമിൽ തരുമ്പോഴാണ് നമ്മളിപ്പോ ചെയ്യണ പോലെ ഒരെണ്ണം കോൺസ്റ്റന്റ് ആയിട്ടൊക്കെ എടുത്ത് നമ്മൾ ചെയ്തത്. ഇംപ്ലിസിറ്റ് ഫോമിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഓരോ ടേമിനെയും വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 2x.
വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ 3y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസെഡ് സ്ക്വയർ. കാരണം ഇസെഡിനെ നമ്മൾ എപ്പോഴും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആയിട്ട് വേണം എടുക്കാൻ. അതായത് എക്സ് വൈ ഇസെഡ് 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഇസെഡിനെ നമ്മൾ എപ്പോഴും, കാരണം ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇസെഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ഇസെഡ് -2 ഡെറിവേറ്റീവ് 0 ആണ്. സോ -0 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ 2x മൈനസ് 3y ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസെഡ് സ്ക്വയർ ചെയ്യാൻ 2z ഇൻറ്റു ഇസെഡ് എക്സ് എഴുതണം. 2z ഇൻറ്റു ഇസെഡ് എക്സ്. അതായത് ഒരു ഫംഗ്ഷന്റെ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ കാണുക? ഒരു ഫംഗ്ഷന്റെ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷൻ അല്ലെ, ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ചെയിൻ റൂൾ ഇസെഡ് ഈസ് അപ്പൊ അതായത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് അപ്പൊ 2z, അതായത് ഇസെഡ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കുക. ഇസെഡ് സ്ക്വയറിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു ടി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു ടി. അപ്പൊ ഇസെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിലോ, അതായത് ടി ഡോ ടി ബൈ ഡോ എക്സ് അല്ലേ നമുക്ക് കാണേണ്ടത്. ഡോ ടി ബൈ ഡോ എക്സ് കാണാൻ എന്ത് ചെയ്യണം? ഡോ ടി ബൈ ഡോ ഇസെഡ് ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. ഓക്കെ, ഇപ്പൊ ഡോ ടി ബൈ ഡോ ഇസെഡ് എന്താ വരിക? 2z. ഡോ ടി ബൈ ഡോ ഇസെഡ് 2z ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പൊ അവിടെ 2z ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് വരും. പ്ലസ് ഇവിടെ y കോൺസ്റ്റന്റ് ആണ്, y പുറത്തേക്ക് എടുക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസെഡ് ഈക്വൽ ടു 0. അപ്പൊ ഇസെഡും എക്സ് ഉള്ള ഫംഗ്ഷൻ ആണ്, എക്സും എക്സ് ഉള്ള ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ 2x മൈനസ് 3y ഇൻറ്റു 2z ഇൻറ്റു ഇസെഡ് എക്സ്. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഞാൻ ഇസെഡ് എക്സ് എന്ന് വിളിച്ചു. പ്ലസ് y ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് പ്ലസ് z into dou z by dou x 1, z into 1 equal to 0. So 2x minus, ഇവിടെ 2 into 3 6 എഴുതാം. 6y z into zx plus ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy into zx plus xyz equal to 0. ഇതിൽ zx ന്റെ ടേം കോമൺ ആയിട്ട് എടുക്കാം. So 2x minus 6y z into zx. Okay, zx ന്റെ ടേം ഒക്കെ ഒന്നിച്ചാക്കാം, മറ്റേതൊക്കെ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ zx ന്റെ ടേംസ് ഒക്കെ ഇവിടെ നിർത്താം. zx ന്റെ ടേംസ് ഒക്കെ ഇവിടെ നിർത്തുമ്പോൾ മൈനസ് 6y z into zx പ്ലസ് xy zx ഈക്വൽ ടു ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് xyz, ഈ 2x ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് 2x. ഓക്കെ, ഇനി zx കോമൺ ആയിട്ട് എടുക്കുക. സോ മൈനസ് 6yz പ്ലസ് xy ഈക്വൽ ടു മൈനസ് xyz മൈനസ് 2x. ഇതിൽ നിന്ന് zx ചെയ്താലോ, zx is equal to minus xyz minus 2x divided by minus 6yz plus x. So that is the answer. zx എന്ന് പറഞ്ഞാൽ minus 6yz minus 2x divided by minus 6yz plus xy. ഓക്കെ, ഇത് ചില ആൾക്കാർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു ടേം ആയിരിക്കും നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുക. കാരണം നമ്മളിവിടെ 3 വേരിയബിൾ ആണുള്ളത്, എക്സും വൈയും ഇസെറ്റും. അപ്പൊ ക്ലിയർലി ഇസെറ്റ് എക്സ് കണ്ടുപിടിക്കണം. ഇസെറ്റ് സഫിക്സ് എക്സ് ആണ്, അതായത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കണം, ഇസെറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇസെറ്റിൽ എക്സ് ഉണ്ട്. ഇസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ആരുണ്ട്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ഓക്കെ, അപ്പോ ഇസെറ്റ് എക്സ് ഉള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ ഇസെറ്റ് സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് 0 എന്ന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എക്സ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് 0 ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇസെറ്റിൽ എന്തുണ്ട്? ഇസെറ്റിൽ എക്സ് ഉണ്ട്. ഓക്കെ, ഇസെറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ നമ്മൾ 3y പുറത്തേക്ക് എടുത്തിട്ട് ഇസെറ്റ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇസെറ്റ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ ഇസെറ്റ് സൈൻ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? സൈൻ എക്സ് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ cos xy sin xy യുടെ ഡെറിവേറ്റീവ് cos xy into ഡോ ബൈ ഡോ എക്സ് ഓഫ് xy ചെയ്യില്ലേ? അതേപോലെ ഇസെറ്റ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇസെറ്റിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഡോ സെറ്റ് ബൈ ഡോ എക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ
എക്സും ഇസറ്റും ഉണ്ട്, എക്സും ഇസറ്റും ഉണ്ട്, ഇസറ്റിലും എക്സ് ഉണ്ട്, എക്സില് എക്സ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്താ അപ്ലൈ ചെയ്യണം, പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അങ്ങനെ ഇസെറ്റ് മൊത്തം ഡെറിവേറ്റീവ് എടുത്ത ശേഷം ഇസെറ്റ് എക്സിന്റെ ടേംസ് ഒക്കെ ലെഫ്റ്റിൽ നിർത്തുക, ബാക്കിയുള്ള ടേംസ് ഒക്കെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോവുക. എന്നിട്ട് ഇസെറ്റ് എക്സ് കോമൺ ആയിട്ട് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇസെറ്റ് എക്സ് കണ്ടുപിടിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന ഡിഫറൻസിയേഷനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഇനി നമുക്ക് ഇസെറ്റ് വൈ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിലോ, ഇസെറ്റ് വൈ ആണ് കാണുന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ടേം കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയി പോകും. ഇവിടെ ഇസെറ്റ് വൈ വരും, 2z ഇസെറ്റ് വൈ വരും. ഇവിടെ എക്സ് പുറത്തേക്ക് എടുത്തിട്ട് വൈയും ഇസെറ്റും ഉണ്ട്. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഒക്കെ മാറിയിട്ട് എന്താവും, ഇസെറ്റ് വൈ ആയിട്ട് മാറും. ഓക്കെ, സെയിം മെത്തേഡ്. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇതെല്ലാം ഒരേ ടൈപ്പ് പ്രോബ്ലം ആണ്, ജസ്റ്റ് ഇങ്ങനെ ഫോം മാറിയിട്ട് വരുന്നു മാത്രം. നമുക്ക് തരുന്ന ഫോംസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാ പ്രോബ്ലം ഒരേ ഫോമിൽ തന്നെ എല്ലാ ക്വസ്റ്റിനും വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ചെയ്യേണ്ട പ്രൊസീജിയർ ഒക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ്, പക്ഷെ ഫോം മാറും. ഇംപ്ലിസിറ്റ് ഫോം, എക്സ്പ്ലിസിറ്റ് ഫോം ആണ്, രണ്ട് ഫോമിൽ മാറി മാറി തരും. ഇത് ഇംപ്ലിസിറ്റ് ഫോം ആണ്. ഇംപ്ലിസിറ്റ് ഫോമിൽ തരുന്ന സമയത്ത് നമ്മൾ ത്രൂ ഔട്ട് ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഇസെറ്റിന്റെ ടേം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇസെറ്റ് എക്സ് കാണുമ്പോൾ ഇസെറ്റ് അതിനനുസരിച്ച് അത് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ചെയ്ത പോലെ ചെയ്യാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? Is it clear? Implicit differentiation clear ആണോ? ഷിഫ ഫാത്തിമ ഉണ്ടോ? ഷിഫ ഫാത്തിമ. ഹലോ, ഫാത്തിമ കേൾക്കുന്നില്ല. ഓക്കെ, മൈക്ക് ഓൺ ആണ്, റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ജിൻഷി ഉണ്ടോ? ജിൻഷി. ആ, ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, നബ്ഖാൻ ഉണ്ടോ? നബ്ഖാൻ ഫോളോ ചെയ്യാൻ പറ്റുണ്ടോ? പറ്റുണ്ട്. ഓക്കെ, ഫൈൻ. 22 നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. 22 ആണ് ഞാൻ ചെയ്ത് തരാത്തത്. ഒരു ക്വസ്റ്റ്യൻ 21 നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്തു തന്നു. 22 ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തത്. ഇതിൽ ഇസെറ്റ് വൈ നിങ്ങൾ കണ്ടുപിടിക്കണം. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തുതരാം. ഇസെറ്റ് വൈ കണ്ടുപിടിക്കണം വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇസെറ്റ് വൈ കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. y into e raised to x, y into e raised to x minus 5 into sin 3z equal to 4z. ഓക്കെ, ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫോം അല്ല, ഇംപ്ലിസിറ്റ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് 4zനെ LHSലേക്ക് കൊണ്ടുവരിക. അപ്പൊ y into e raised to x minus 5 into sin of 3z minus 4z equal to 0. ഇനി നമ്മൾ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ആണ്. അപ്പൊ ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഇ റൈസ് ടു എക്സ് മൈനസ് ഡോ ബൈ ഓഫ് 5 സൈൻ 3z മൈനസ് 4 ഇൻറ്റു ഡോ ബൈ ഓഫ് ഇസെറ്റ് ഈക്വൽ ടു 0. സോ y e raised to x e raised to x പുറത്തേക്ക് എടുക്കാം. ഡോ ബൈ ഓഫ് 5 1 ആണ്. സോ e raised to x into 1 മൈനസ് 5 പുറത്തേക്ക് എടുക്കുക. ഡോ ബൈ ഓഫ് സൈൻ ഓഫ് 3z. ഓക്കെ, മൈനസ് 4 ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ വൈ സെറ്റ് ബൈ സെറ്റ് ബൈ ഈക്വൽ ടു 0. സോ e raised to x മൈനസ് 5 ഇൻറ്റു സൈൻ ഓഫ് 3z ന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് 3z into dou by of 3z minus 4z by equal to 0. So e raised to x minus 5 into cos of 3z
3 പുറത്തേക്ക് എടുക്കുക ഇൻറ്റു 3 ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇസെറ്റ് വൈ മൈനസ് 4 ഇസെറ്റ് വൈ ഈക്വൽ ടു 0. So that implies e raised to x minus 15, 5 into 3, 15, cos 3 z y minus 4 z y equal to 0. z y ന്റെ ടേംസ് ഒക്കെ ഒന്ന് ചേർക്കുക. So minus 5, 15 cos 3 z into z y minus 4 into z y equal to minus e raised to x. ഇനി z y കോമൺ ആയിട്ട് എടുക്കുക. So minus 15 cos 3z minus 4 equal to minus e raised to x. ഈ e raised to x ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് ആയി. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് വൈ എന്ത് കിട്ടി? മൈനസ് e raised to x ഡിവൈഡഡ് ബൈ മൈനസ് 15 cos 3z minus 4. So that is answer. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡൊക്കെ സെയിം ആണ്. ത്രൂ ഔട്ട് ഓരോ ടേമിനെയും വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. ഓരോ ടേമിനെയും വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ z ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആയിട്ട് വേണം എടുക്കാൻ. ഇസെറ്റില് വൈ ഉണ്ട്, ഇസെറ്റില് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഓക്കെ, അപ്പോ ഇസെറ്റിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യണം. സൈൻ ഓഫ് 3z ആകുമ്പോൾ കോസ് ഓഫ് 3z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3z. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് 3z ആകുമ്പോൾ അവിടെ ഇസെറ്റ് വൈ ടേം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? ദിസ് ഡിഫറൻഷിയേഷൻ ഈസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് CAT 2-ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. CAT 2 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. CAT 1-ൽ മാർക്ക് കുറഞ്ഞവര് CAT 2 കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. CAT 2-ലെ മോഡ്യൂൾ 2 എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. മോഡ്യൂൾ 3-യും ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒരു 50% എന്തായാലും ഉണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ അത് കൂടുതലുണ്ടാവും. സോ വളരെ സീരിയസ് ആയിട്ട് CAT-നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അടുത്ത ആഴ്ച ഞാനൊരു നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഇന്നത്തെ ആഴ്ച CAT സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് CAT 2 എടുക്കുക. ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ അവസാനിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് നിങ്ങൾ 14th വരെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആൻസർ കീ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ വരെ ആൻസർ കീ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് കംപ്ലീറ്റ് ആയ ശേഷം ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാം. 14th വരെ ഇന്ന് സബ്മിറ്റ് ചെയ്യണം. 14th ശേഷമുള്ള ക്വസ്റ്റ്യൻ ഇന്നിപ്പോ ബുധനാഴ്ചയാണ്, ഫ്രൈഡേക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്താൽ മതി. 15, 16, 17 അത് നിങ്ങൾ ഫ്രൈഡേക്ക് മുമ്പ് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഫ്രൈഡേക്ക് മുമ്പ് 17th ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഡെയിലി ഒരു 1 hour അടുത്ത് മാക്സിമം സ്പെൻഡ് ചെയ്യാം. ജസ്റ്റ് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് കിട്ടുള്ളൂ കേട്ടോ. അറ്റൻഡൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതോ അനുസരിച്ചാണ് ഞാൻ അസൈൻമെന്റ് തരിക. അല്ലെങ്കിൽ വെറുതെ അസൈൻമെന്റ് തന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ല. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ദി ക്ലാസ്. ഡൗട്ട് ഇല്ലാത്തവർ എക്സിറ്റ് അടിച്ച് പോവാം.